ഹായ് ഫ്രണ്ട്സ്, നമുക്കറിയാം മഴക്കാലമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വൈഫൈ ഉണ്ട്. വൈഫൈ മോഡം ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ഉപകാരപ്രദമായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് നോർമലി ഈ ഒരു മഴക്കാലത്ത് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ. അതായത് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ റൗട്ടർ അല്ലെങ്കിൽ മോഡം ഓഫ് ചെയ്തിടേണ്ട ആവശ്യമുണ്ടോ? അതായത് നമുക്കറിയാം ആ ഒരു ഇടിവെട്ടുണ്ടാവും, ഇടിമിന്നലുണ്ടാവും, ഇടിവെട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇടിമിന്നലിൽ നമ്മുടെ മോഡം അടിച്ചു പോകുമോ, അത് ഓഫ് ചെയ്തിടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. കാരണം പണ്ടൊക്കെ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ സെറ്റ് ടോപ്പ് ബോക്സും അതുപോലെ തന്നെ ഇത്തരം കോയാക്സിൽ മോഡങ്ങളൊക്കെ അടിച്ചു പോയിട്ടുണ്ട്. അതായത് മിന്നൽ വരുമ്പോൾ ആ ഒരു കറണ്ട് കയറി നമ്മുടെ ഈ മോഡങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതിന് പുറമെ ഈ മോഡത്തിൽ നിന്ന് കണക്ട് ചെയ്തിരുന്ന നമ്മുടെ ടി വി വരെ അടിച്ചു പോയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് അതുപോലത്തെ അനുഭവങ്ങളുണ്ടാവും, ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതും ഇപ്പോഴത്തെ ഒരു കാലഘട്ടവും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്നത് കൊയാക്സിൽ കേബിളുകളാണ്. കൊയാക്സിൽ കേബിൾ അറിയാം നിങ്ങൾക്ക്, ആ ഒരു ചെമ്പ് കമ്പി അല്ലെങ്കിൽ ആ ഒരു കൊയാക്സിൽ കോപ്പർ ഒരു കേബിളാണ്, ഒരു കമ്പിയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു കൊയാക്സിൽ കേബിളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു കറണ്ടിനെ നമ്മൾ, അതായത് ആ ഒരു ബോക്സ് ഇപ്പോൾ എവിടെയാണോ നമുക്ക് ആ ഒരു ഇലക്ട്രിസിറ്റി, ഐ മീൻ ആ ഒരു ഇടിമിന്നൽ ഏൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇടിമിന്നൽ ഏൽക്കുന്നത്, അവിടെ നിന്ന് ആ ഒരു കറണ്ടിനെ പിടിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ആ ഒരു ബോക്സിലോട്ട് അടുപ്പിക്കുകയും അതുവഴി ആ ബോക്സിൽ കണക്ട് ചെയ്തിരുന്ന ഏത് ഡിവൈസിലോട്ടാണോ, ടി വിയിലോട്ടാണോ, കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിൻ്റെ പോർട്ടോ അല്ലെങ്കിൽ ബോർഡ് വരെ അടിച്ചു പോകുന്ന രീതിയിലോട്ട് കളയുമായിരുന്നു പണ്ടൊക്കെ ഈ കൊയാക്സിൽ മോഡങ്ങൾ. കൊയാക്സിൽ കാലഘട്ടത്തിലെ നമ്മുടെ വീട്ടിലുള്ള മോഡങ്ങളും അതുപോലെ തന്നെ സെറ്റ് ടോപ്പ് ബോക്സുകളും റൗട്ടേഴ്സൊക്കെ അങ്ങനെ ചെയ്തിരുന്ന ഒന്നാണ്. എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഫൈബറിലോട്ട് മാറിക്കഴിഞ്ഞു. ഫൈബറിലോട്ട് മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫൈബറിൽ ഈ ഒരു ഇലക്ട്രിസിറ്റിയുടെ പ്രവാഹം അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് വരില്ല അതിൽ കൂടി. അതായത് ഫൈബറിന് നിങ്ങൾക്ക് അറിയാം, അതിനകത്തൊരു നാര് പോലത്തെ ഒരു പ്രതലമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതിൽ കൂടെ ഒരു ലൈറ്റ് പോലെയാണ് ആ ഒരു സിഗ്നൽസ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫൈബറിൽ കൂടി ഒരിക്കലും ആ ഒരു കറണ്ട് പ്രവഹിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈവൻ ഇപ്പോൾ പുറത്തുള്ളൊരു ബോക്സിൽ ഒരു ഇടിമിന്നൽ ഏറ്റു എന്ന് തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ കേബിൾ വന്നിരിക്കുന്ന പോലത്തെ ഒരു ഇൻ്റർനെറ്റിൻ്റെ ഒരു ബോക്സിൽ അങ്ങനെ ഒരു ഈവൻ ഒരു ഇടിമിന്നൽ ഏറ്റെങ്കിൽ പോലും അതിൽ നിന്ന് ആ ഒരു കറണ്ട് നമ്മുടെ ടി വിയിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ വരില്ല, ആ ഒരു മോഡത്തിലേക്ക് എത്തില്ല. മോഡത്തിലേക്ക് എത്താത്തതുകൊണ്ട് തന്നെ തിരിച്ചും ആ ഒരു ടി വിയിലോട്ടും നമുക്കത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫാണ്. കറണ്ട് പോകുമ്പോഴും നമ്മൾ മോഡം ഓഫ് ചെയ്തില്ലെങ്കിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. പിന്നെ എങ്ങനെയാണ് ആ ഒരു കറണ്ട് വരാനുള്ള കുറച്ച് ചാൻസ് അല്ലെങ്കിൽ ഇടിമിന്നലേക്കാൻ ചാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇന്റേണൽ, അതായത് വീടിനകത്ത് ഇപ്പോൾ MCB വെച്ചിട്ടുണ്ടാവും എല്ലാവരും, എന്നാൽ തന്നെ ആ ഒരു കറണ്ടിനെ ഒരു ഫ്ലക്ച്വേഷൻ വന്ന് അവിടെ നമ്മുടെ ഇന്റേണലി ഒരു ഇഷ്യൂ ഉണ്ടായാൽ, അതായത് ഇന്റേണലി ആ ഒരു ഇലക്ട്രിസിറ്റി ഇഷ്യൂ ഉണ്ടായി ആ ഒരു ഇടിമിന്നൽ ഏൽക്കുകയാണെങ്കിൽ മാത്രം അത് ഇലക്ട്രിക്കലി ആ ഒരു സോക്കറ്റ് ഉണ്ടാവും. നമ്മൾ ഈ ഒരു മോഡം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അഡാപ്റ്റർ ഉണ്ടാവും. ആ അഡാപ്റ്ററിൽ നിന്നും ആ ഒരു പവർ കയറി വന്ന് ഈ ഒരു മോഡം അടിച്ചു പോയാലേ ഉള്ളൂ. അല്ലാണ്ടുള്ള സ്ഥിതിയിൽ ഒരിക്കലും ആ ഒരു കേബിളിലൂടെ, അതായത് ഈ ഒരു മോഡത്തിൻ്റെ കേബിളിലൂടെ ഒരിക്കലും പവർ വന്ന് നമുക്കിത് പോകില്ല. അതുകൊണ്ട് തന്നെ മോഡം ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ വീട്ടിലെ കറണ്ടിൻ്റെ കേസ് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാവരും വീട്ടിൽ MCB പ്രൊട്ടക്റ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇടിമിന്നലൊക്കെ വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ കറണ്ടിൽ ഈവൻ ഇപ്പോൾ അഡാപ്റ്ററിൽ ആ ഒരു ഇഷ്യൂ വന്നാലും മോർ ഓവർ 90% ചാൻസ് ആ ഒരു അഡാപ്റ്റർ പോകാനുള്ള ചാൻസേ ഉള്ളൂ, മോഡം അങ്ങനെ പോയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡം പോയാലും ഇനി ഈ കറണ്ട് ഇപ്പോൾ നമ്മുടെ ടി വിയിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഇതിലോട്ടോ വരികയില്ല. അതുകൊണ്ട് തന്നെ ഒരു 90% നമുക്കത് ഇടിമിന്നൽ സാധ്യത ഇല്ല. ഇപ്പോൾ ഇടിമിന്നലിൻ്റെ ആ ഒരു കാരണം കൊണ്ട് ആ ഒരു റൗട്ടർ അല്ലെങ്കിൽ മോഡം പോകാനുള്ള ചാൻസസ് ഇപ്പോൾ നിലവിലില്ല. ഇത് ഫൈബറിൻ്റെ കാര്യത്തിൽ ഉള്ളതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 99% ആളുകളുടെ വീട്ടിൽ ഫൈബർ മോഡം തന്നെയാണ്. കാരണം കൊയാക്സിൽ ഇപ്പോൾ ഒരു സർവീസ് പ്രൊവൈഡർ ഇപ്പോൾ കൊടുക്കുന്നില്ല, എല്ലാവരും ഫൈബറിൻ്റെ തന്നെയാണ് കൊടുക്കുന്നത്. സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ കാര്യത്തിൽ, അതായത് കേബിൾ ടിവിയുടെ കാര്യത്തിലും ഇപ്പോൾ ഫൈബർ വെച്ചിട്ടാണ് മിക്ക ISP സർവീസ് പ്രൊവൈഡർമാരും ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഫൈബറാണ് വന്നിരിക്കുന്നതെങ്കിൽ, ഫൈബർ വയർ വെച്ചിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴും അവിടെയും അതുപോലെ ഒരു ഇടിവെട്ടിൻ്റെ ചാൻസസ് ഇല്ല. അല്ലെങ്കിൽ ഇടിവെട്ട് ഏറ്റ് ആ ഒരു റൗട്ടറോ അല്ലെങ്കിൽ ഡിവൈസുകളോ പോകാനുള്ള ചാൻസസ് അവിടെ ഇല്ല. മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, അത് കറണ്ട് പോകുമ്പോൾ ഇതെങ്ങനെ നമുക്ക് ആ ഒരു കണക്ടിവിറ്റി കിട്ടുമെന്ന്. കാരണം നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ഈ മഴക്കാലത്ത് കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റി പ്രോബ്ലംസ് ഉണ്ടാവും. കറണ്ട് പോകും, മരങ്ങൾ വീഴും, അങ്ങനെ ഇലക്ട്രിസിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ കറണ്ട് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ നേരിടാം എന്നുള്ളത്. അപ്പോൾ അതിന് നോർമലി നമുക്ക് നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അതിനകത്ത് പ്രവർത്തിപ്പിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ
ഇൻവെർട്ടർ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഒരു റൗട്ടർ യു പി എസ് മേടിക്കുക. റൗട്ടർ യു പി എസ് എന്ന് പറഞ്ഞാൽ റൗട്ടർ കണക്ട് ചെയ്യുന്ന ഒന്നാണ്. അങ്ങനത്തെ ആ റൗട്ടറിൽ നിന്നാണ്, ആ യു പി എസ് നിന്നായിരിക്കും നമ്മൾ അവരുടെ അഡാപ്റ്റർ കുത്തിയേക്കുന്നത്. അതായത് ഈവൻ ആ ഒരു അഡാപ്റ്റർ ഇന്ന് പവർ പോയാലും, അതായത് കറണ്ട് പോയാലും ആ റൗട്ടർ അപ്പോഴും ഓഫ് ആകില്ല. അതായത് സ്വിച്ച് ഓഫ് ആകിയ പോലില്ല. ഈവൻ ഇൻവെർട്ടറിലാണെങ്കിൽ മേ ബി ഒരു സ്വിച്ച് ഓവർ ടൈം വന്നിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ച് ഓവറിൽ അത് റൗട്ടർ ഒന്ന് ഓഫായി ഓൺ ആവും. പക്ഷേ ഈ ഒരു റൗട്ടർ യു പി എസ്, അതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു റൗട്ടർ യു പി എസ് മേടിക്കുകയാണെങ്കിൽ, നമുക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് ഒഴിവാക്കാം. ഏകദേശം ഒരു 4 മണിക്കൂറോളമൊക്കെ ബാക്കപ്പ് കിട്ടുന്ന റൗട്ടർ യു പി എസ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആ ഒരു റൗട്ടർ യു പി എസ് വെക്കുകയാണെങ്കിൽ കണക്ടിവിറ്റി ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഐ മീൻ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമ്മൾ ഓൺലൈനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇൻട്രപ്റ്റ് ആകാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇത്തരം റൗട്ടർ യു പി എസ് കൊണ്ട് സഹായിക്കുന്നു. അപ്പോൾ ഈ റൗട്ടർ യു പി എസും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു മഴക്കാലത്ത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മേടിച്ചിരിക്കുക. അധികം എമൗണ്ട് ഒന്നും വരുന്നില്ല, അധികം എക്സ്പെൻസീവായ ഒന്നല്ല റൗട്ടർ യു പി എസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റൗട്ടറിലെ കണക്ടിവിറ്റി, ഇടയ്ക്കിടയ്ക്ക് കണക്ടിവിറ്റി പോകുന്ന ഇഷ്യൂസ് ഉണ്ടാവാം. നമുക്ക് അതായത് നമ്മളുടെ എൻ്റെ നിന്നല്ല, കറണ്ട് പോകുമ്പോഴല്ല, അല്ലാണ്ട് തന്നെ ആ ഒരു നെറ്റ്വർക്ക് പുറത്തുള്ള ഇഷ്യൂസ് വെച്ചിട്ടൊക്കെ നമ്മുടെ ആ ഒരു മോഡത്തിൽ കണക്ടിവിറ്റി പോയെന്നിരിക്കും. അപ്പോൾ ചില സമയത്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് ആ ഒരു മോഡ് ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ അത് നെറ്റ് കിട്ടുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ചില ഡിവൈസുകളിലോ അല്ലെങ്കിൽ ചില റൗട്ടറുകളിലോ ആ ഒരു ഐ പി ഓട്ടോമാറ്റിക്കലി എടുത്തില്ലെന്ന് വരും. അതായത് ആ ഒരു കണക്ഷൻ രണ്ടാമത് റീസ്റ്റോർ ചെയ്തതിന് ശേഷവും നമുക്ക് ആ ഒരു കണക്ടിവിറ്റി വന്നില്ലെന്ന് വരും. പക്ഷേ അതേസമയം ആ ഒരു റൗട്ടർ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ മോഡ് ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കണക്ടിവിറ്റി കിട്ടുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ മഴക്കെടുതി മൂലമുണ്ടാകുന്ന ഈ ഒരു പ്രശ്നങ്ങളിൽ നമ്മുടെ ആ ഒരു കണക്ടിവിറ്റി ഇഷ്യൂ വരികയാണെങ്കിൽ ജസ്റ്റ് ആ മോഡ് ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ, അതായത് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത കണക്ടിവിറ്റി വരുമെന്നല്ല ഞാൻ പറഞ്ഞത്, അതായത് കണക്ടിവിറ്റി വന്നിട്ടും നമുക്ക് ലഭിക്കാത്തതാണെങ്കിൽ അവിടെ മാറിക്കിട്ടും. അതായത് ഒരു 3-4 മണിക്കൂറൊക്കെ ഇല്ലായിട്ട് അവർ റീസ്റ്റോർ ചെയ്തു, പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ ഡിവൈസിൽ കിട്ടുന്നില്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു മോഡ് ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്നത് ഒരു ട്രബിൾ ഷൂട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് പരിഗണിച്ച് ചെയ്യാവുന്ന ഒന്നാണ്. ഇതൊക്കെയാണ് 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മളോട് കസ്റ്റമേഴ്സ് ചോദിക്കാറുള്ളതും അല്ലെങ്കിൽ ഇത്തരം അവസരങ്ങളിൽ നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള 1-2 കാര്യങ്ങളാണ്, 2-3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു മഴക്കാലത്ത് ആ ഒരു വൈഫൈ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, മോഡൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്നതാണ്, ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഇല്ലെങ്കിലും നമ്മളതിനെ സെർച്ച് ചെയ്ത് അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.